ലൂക്കാ സുവിശേഷകൻ യേശു ആദ്യം പ്രവർത്തിച്ച അത്ഭുതമായിട്ട് എടുത്തു പറയുന്നത് പത്രോസിൻ്റെ അമ്മായിയമ്മയെ സുഖപ്പെടുത്തുന്നതാണ്. തുടർന്ന് അവിടെയുള്ള ഓരോ രോഗികളുടെ മേലും ക്രിസ്തു കൈകൾ വെച്ച് സൗഖ്യപ്പെടുത്തുകയും പിശാചുകളെ ബഹിഷ്കരിക്കുകയും ചെയ്യുന്നു. എല്ലാ മനുഷ്യരും ക്രിസ്തുനാഥൻ്റെ സൗഖ്യവും കരുണയും സ്നേഹവുമൊക്കെ അനുഭവിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. ആ കരുണയും സ്നേഹവുമൊക്കെ അനുഭവിച്ചു കഴിയുമ്പോൾ അത് നമ്മളിൽ തന്നെ ഒതുങ്ങി നിൽക്കാതെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ക്രിസ്ത്യാനികളായിട്ട് മാറുന്നത്. ഇവിടെ സുവിശേഷകൻ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. പത്രോസിൻ്റെ അമ്മായിമ്മയുടെ അസുഖം മാറിക്കഴിഞ്ഞപ്പോൾ അവൾ അവരെ പരിചരിച്ചു. നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ ഈ ലോകത്തിനോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് അത് ദൈവമഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോഴാണ് നമ്മളൊക്കെ യഥാർത്ഥ സുവിശേഷ പ്രഘോഷകരായിട്ട് മാറുന്നത്. ഓരോ ക്രിസ്ത്യാനിയുടെയും ജീവിത ദൗത്യം ഇതുതന്നെയാണ്. പ്രാർത്ഥനയിലൂടെ ശക്തി സംഭരിക്കുക, ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുക, ആ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. അങ്ങനെ ജീവിക്കുവാനായിട്ട് സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.